എനിക്ക് മനസ്സിലായി. അതാണ് നീ ചാടിയത്. ഒന്ന് സഹിക്കാൻ വയ്യ എങ്കിൽ പിന്നെ വീട്ടിനകത്തിട്ടാ. ഇതറ അല്ല എനിക്കല്ലല്ലോ, നിനക്കല്ലേ തണുപ്പ്. ഓ ഇത് ഇതിനകത്ത് ഇവിടെ ഉണ്ടല്ലേ. അതാണ് അതിൽ ഏറ്റവും ഇഷ്ടം. അതിനെ തള്ളി പറപ്പിക്കാൻ നോക്കണം, അതിനെ പറപ്പിക്കണം. അപ്പൊ പറക്കാത്തൊന്നും വെട്ടിയെടുത്ത് ഒറ്റ എറിയട്ടാ. അപ്പോഴേ പറഞ്ഞു പറയണം. എറിയാൻ തോന്നിയല്ലോ. കാര്യം നല്ല രീതിയിൽ ഞാൻ ഒന്നിനെ എറിഞ്ഞില്ല. ഞാൻ അത് കുളത്തിന്റെ നിക്കണേ ഭാഗ്യം കൊണ്ട് അതിന്റെ താറാവ് കൊണ്ടില്ല. ഈശ്വരാ കള്ളം പറയണ ഈ എന്റെ പൊന്നോ. നീ കണ്ടില്ലായിരിക്കും. സോറി താറാവിന്റെ ഇങ്ങനെ കള്ളസത്യം ഇട്ടാണ് കൗണ്ടൊക്കെ കുറയണത്. ആ വീഡിയോ ഞാൻ പറഞ്ഞേക്കാം. നീ എന്തായാലും വാങ്ങിച്ചു കൊടുക്കണം ഇതിന് പ്രത്യേക ഒരു സോറിയും പറഞ്ഞു. ഇത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് താഴോട്ട് വന്നപ്പോ താറാവ് ഒരു നല്ലൊരു വിളി വിളിച്ചു. എന്തിനാണെന്ന് എനിക്കറിയണ്ട. പൂഴി മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അത് ഞാനല്ല, പൂഴി മാത്രം. ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു നല്ലൊരു വിളി കേട്ടു. അത് താറാവ് വിളിച്ചായിരിക്കുമല്ലോ, പുള്ളി വിളിക്കല്ലേ. ഇന്ന് രാവിലെ കൂടെ ഞാൻ കേട്ടല്ലോ. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ അസുഖമാണ്. ഇന്നലെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാൻ നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. എന്നിട്ട് ഞാൻ എന്തിനോ പുറത്തിറങ്ങിയപ്പോൾ നല്ല കൂർക്കം വഴി ഇവിടെ നിന്ന് കേൾക്കണം. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ആരോ കേൾക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര ക്ലോസ് റേഞ്ചിൽ കേൾക്കണം. കൂർക്കം വെച്ച് നിർമ്മല ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. സെറ്റിലിങ്ങ അങ്ങനെടാ അകത്തൊന്നും വരടാ വിശാലമായിട്ട് കിടക്കാൻ എനിക്ക് തോന്നി ഇങ്ങനെ ഈ ബോസ് കുറെ ഞാൻ പറഞ്ഞ അകത്തൊന്ന് കിടക്കാൻ കിടന്നതിന്റെ ഗുണം കാണുന്നുണ്ട്. അഞ്ചരക്ക് എണീച്ചില്ലേ, നന്നായിട്ട് ഉറങ്ങിയല്ലേ. എനിക്ക് മറ്റേ നെഞ്ച് ഇടിച്ച് കിടക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ നെഞ്ച് ഇടിച്ച് കിടന്നു, കുഴപ്പമില്ല. പറഞ്ഞതിന്റെ കാര്യം ചതിക്കാത്ത ഇവിടെ കിടക്കാനുള്ള ഞാനും ചേട്ടനും രണ്ട് എക്സ്ട്രീം എൻഡ്. ഞാൻ പറഞ്ഞു ഇത് 4 തടിയന്മാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. നീ ഒരു നിനക്ക് കട്ടില് കിടക്കാൻ വയ്യ അത് പറഞ്ഞു. പിന്നെ വേറെ അട്ട സ്വഭാവം തെറ്റിയില് എവിടെയും കിടന്നുറങ്ങുമല്ലേ. പക്ഷെ ബെഡി മാത്രം കിടക്കില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ വയനാട് വന്നിട്ട് കാറിനകത്ത് കിടന്നുറങ്ങി. പ്രതീക്ഷിച്ചത് ഇന്നലെ അതിന്റെ ബാക്കിലാണ്. അതിന്റെ ബാക്കിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വന്ന് കിടക്കല്ലേ കണ്ടല്ല പട്ടി ചാടി നെഞ്ചിരുന്നേനെ. ബ്രോ എന്ന് പറയുമ്പോ വീശ എന്ത് ഇങ്ങനെ ബ്രോയുടെ രാവിലെ മറ്റേ CD മുസിൽ ദിലീപ് എനിക്ക് എന്നെ പറ്റി ഓർത്തോ, എന്റെ കുടുംബത്തിനെ പറ്റി ഓർത്തോ. എന്നാലും നീ എത്ര ധൈര്യം ഉണ്ട് താറാവിനെ കല്ലെറിയും? കല്ലെറിഞ്ഞ് ചെറിയൊരു കമ്പെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. കമ്പ് പറഞ്ഞു ഇത്ര നീളേ ഉള്ളൂ. പാവോടാ. ഞാൻ ഉദ്ദേശിച്ചത് അത് ഈ വെയിലത്ത് ഉദ്ദേശിച്ച എന്തോ ചെറുതെറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഇവന്റെ ഉന്നം പിഴച്ചിരുന്നെങ്കിൽ ഇത് കറക്റ്റ് വലുത്. അതാണ് കൊണ്ടത്. ഞാൻ ഉദ്ദേശിച്ച സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് വെയിലത്ത് നിന്ന് കറുത്ത് കൊണ്ടെന്ന് വെച്ച് വെള്ളത്തിൽ ഇറക്കാനാണ് ഞാൻ ഇങ്ങനെ കമ്പെടുത്തിട്ട് ചെളി വെള്ളം. ആ താറാവിന്റെ ഉള്ള വെള്ളമാണ്. വെയില് വെള്ളം പാവപ്പെട്ടത് ഈ തണുപ്പത്ത് ഇത്തിരി പോയി മാറി ഉടനെ വെയിൽ കറക്കണ്ടെന്ന് താറാവിന്റെ കളർ ആ താറാവിന്റെ കളർ വെള്ള കളർ. അത് താറാവല്ലല്ലോ, അരയന്നായിരിക്കും. അടിച്ച സാരത്തിന്റെ പേരല്ലേ ചോദിച്ചത്. അത് വേറെ വിറ്റാതില്ലേ. രാവിലെ കോടാൻ ഇറങ്ങിയപ്പോ ഒരു കോഴി കുത്താവട്ടിച്ച് ഇത് തന്നെ ഇതിന്റെ സ്വഭാവം. ഓടിച്ചല്ല വലിയ മണ്ടേ കയറിയത്. നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പോ വല്ലതും ചെയ്തിട്ടായിരിക്കും ഓടിച്ചത്. കാര്യം നമ്മളൊന്നും ഇറങ്ങിയപ്പോ അത് മര്യാദയ്ക്ക് അവിടെ നിൽക്കായിരുന്നു. എന്തെങ്കിലും ചെയ്ത് കാണും. ലക്ഷണം കണ്ടപ്പോ മനസ്സിലായി ഉപദ്രവകാരിയായിരിക്കും. പിന്നെ പൂടം എല്ലാം പിടിച്ച് വലിച്ചു കാണും. നീ എന്ത് പറക്കാതെ സൈഡിൽ നിൽക്കണേ, പറഞ്ഞിട്ട് ആ കൊട്ടാന്ന്. അല്ലെങ്കിൽ രാത്രി ഗ്രില്ലിനുള്ള സെറ്റപ്പിനെ നോക്കിയതായിരിക്കും. എനിക്ക് ഡൗട്ടുണ്ട്. അതിന്റെ മണ്ടേ കയറി നിൽക്കുക, നല്ല വ്യൂ ആണെന്ന് ഫോട്ടോ എടുത്ത് തരാം. അതിന് കുറെ കണ്ടിട്ടുണ്ട് ഇതേപോലുള്ളവന്മാരെ. അതൊക്കെ കഴിഞ്ഞ് തന്നെ ഞാൻ ഇവിടെ നിൽക്കണേന്ന്. കൂടി സത്യം പറ കഴിച്ചു തൂക്കി എടുക്കാൻ നോക്കിയതല്ലേ. എന്നിട്ട് നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനാണ്. നല്ലൊരു
ഡൗട്ട് ഉണ്ട് എനിക്ക്. നല്ലോണം കൗണ്ടർ അടിക്കുന്ന ഒരു മനുഷ്യനാ, വാടച്ച് വിടാതെ മാറി നിൽക്കണേ. അദ്ദേഹമാണോ ശിവപ്രസാദ് സെറ്റായി വരണം. താടി ഇല്ലാത്തൊരു പുഴുവാണ്. തടിയുടെ കാര്യം പറഞ്ഞ അപമാനിക്കരുത്. ഇന്നലെ വരണവരും പോണവരും എല്ലാം പയ്യന്നെ അടിച്ചു. കളിയാക്കി ഞാങ്ങനെ പ്രായ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞ് കാശണ്ടിയായിട്ട് ഈ പ്യാവ തന്നെ പോകുന്ന എനിക്കറിയാം. ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളത്. അതിനേക്കാൾ സ്റ്റൈലുള്ള വിഗ് വയ്ക്കൂടാ. ഈ നല്ല സെറ്റപ്പ് ഡെയിലി ഒരു 10-15 ഇടയിൽ മുടി പോകണുണ്ട്. 20 വരെ പോണ കുഴപ്പമില്ല, നോർമലാണ്. 20 മുടി വരെ ഒരു ദിവസം കൊഴിയും. 40 മുടിയല്ലേ ഉള്ളൂ. ഡെയിലി കൗണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാ 20 മുടി വരെ കൊഴിയാം, നോ പ്രോബ്ലം. അത് കൂടുതലായാലും നീ ടെൻഷൻ അടിച്ച് കൊഴിക്കണ്ട. ഓഫീസ് സ്പേസിൽ ടെൻഷനൊക്കെ അടിക്കണം. എന്തിന്